എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NAS +2 ഹിസ്റ്ററി 9 ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് 10ാമത്തെ ചാപ്റ്ററാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി മുഗൾ റൂൾ. അതിനു മുമ്പായി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലേ, നമ്മളൊരു ഫാമിലി പോലെയാണെന്ന് പറഞ്ഞു, ഈ കൂട്ടായ്മയിൽ മെമ്പർ ആവുക. NIOSൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ലഭ്യമാക്കുന്നത്. അതുപോലെ നമ്മൾ NAS +2ൻ്റെ ക്ലാസ്സുകളോടൊപ്പം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ NIOSൻ്റെ 10ാം ക്ലാസ് കൂടി ആഡ് ചെയ്ത് നിങ്ങളെ കൂടി പഠിപ്പിക്കുന്നതാണ്. 10ാം ക്ലാസ്സുകാർക്ക് കൂടിയുള്ള ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഇവരുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10ാം ക്ലാസ് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ കൂടി, ഹിസ്റ്ററി അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടി എടുക്കാമോ എന്ന് ചോദിച്ചതാണ്. ഞാൻ 10ാം ക്ലാസ്സിനെ കൂടി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്, നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി മുഗൾ റൂൾ, മുഗൾ രാജഭരണത്തിൻ്റെ സ്ഥാപനം. ഇതിൽ നിന്നുള്ള മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രേസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ അണ്ടർ ബാബർ. ബാബറുടെ കീഴിൽ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് വിലയിരുത്തുക. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷെർ ഷാ. ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഷെർ ഷയുടെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് എഴുതാനായിട്ട്. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സ്പ്ലെയിൻ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ അണ്ടർ അക്ബർ. അക്ബറുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വ്യാപനം, അതിനെ വിശദീകരിക്കുക എന്നുള്ളത്. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഔറംഗസീബിൻ്റെ പോളിസി. ഇതെല്ലാം മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഒരു വർഷത്തെ അല്ല, അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് NIOSൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പം മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പോളിസീസ് ഓഫ് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ നയങ്ങളെക്കുറിച്ച് എഴുതുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് ഇൻവേഷൻ ഓഫ് ശിവജി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ശിവജിയുടെ ഭരണ പരിഷ്കാരങ്ങളും ആക്രമണങ്ങളും. ഇനി ഇതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്, എന്നാൽ ഇത്രയുമെങ്കിലും നിങ്ങൾ പഠിക്കുക, പ്രധാനപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും. അപ്പോൾ നമുക്ക് ഇത് മിക്കവാറും 3 പാർട്ടുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്നത്. കാരണം എന്താണ്, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കൂടി പറഞ്ഞാണ് ഇനി പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ 10ാമത്തെ ചാപ്റ്ററൊന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ട്രേസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ അണ്ടർ ബാബർ. ബാബറുടെ കീഴിൽ ഇന്ത്യൻ മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപനത്തെ വിലയിരുത്തുക. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പര തന്നെ ആരംഭിക്കുന്നത് സാഹിറുദ്ദീൻ മുഹമ്മദിൽ നിന്നാണ്. അപ്പോൾ ഈ സാഹിറുദ്ദീൻ മുഹമ്മദാണ് പിന്നീട് ബാബർ എന്ന പേരിൽ അറിയപ്പെട്ടത്. മനസ്സിലായല്ലോ. 1483 ജനിച്ച ബാബർ 1494 മധ്യേഷ്യയിലെ ഒരു പ്രമുഖ ഫർഗാനയിലെ രാജാവായി മാറുകയുണ്ടായി. 1504 ബാബർ കാബൂൾ പിടിച്ചെടുത്തു. ഇന്ത്യയെ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്താണ്, ഒരു നോട്ട്ബുക്കിൽ ഈ മെയിൻ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക. എന്നിട്ട് വോയിസ് കേട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് മുന്നേ ആയിട്ട് മിക്കവാറും ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും നിങ്ങൾ എഴുതി വെച്ച പോയിൻറ്റ്സ് ഒന്ന് എടുത്ത് പഠിക്കുക. പിന്നെ നിങ്ങളത് മറക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പര തന്നെ ആരംഭിക്കുന്നത് സാഹിറുദ്ദീൻ മുഹമ്മദിൽ നിന്നാണ്. അദ്ദേഹമാണ് പിന്നീട് ആരായി മാറിയത്, അല്ലെങ്കിൽ ബാബർ എന്ന പേര് സ്വീകരിച്ചത്. 1483 ജനിച്ച അദ്ദേഹം എന്ത് ചെയ്യുന്നു, 1494 മധ്യേഷ്യയിലെ ഒരു പ്രമുഖ ഫർഗാനയിലെ രാജാവായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം 1504 ബാബർ കാബൂൾ പിടിച്ചെടുത്തു. ഇന്ത്യയെ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യയുടെ അളവറ്റ സമ്പത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ബാബർ അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു. അപ്പം നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ആദ്യത്തെ ലക്ഷ്യം, ബാബറിൻ്റെ ലക്ഷ്യം. രണ്ടാമതെന്താണ്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ, അതായത്
ഭരണപരമായ അസ്വസ്ഥതകൾ നിലനിന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു പഞ്ചാബും അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗവും എല്ലാം. അപ്പോൾ അതും മുതലാക്കാൻ ആര് തീരുമാനിക്കുന്നു? ബാബർ തീരുമാനിക്കുന്നു. ഫർഗാനയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ ഇന്ത്യയെ ഒരു അഭയസ്ഥാനമാക്കാമെന്നും അദ്ദേഹം എന്ത് ചെയ്തു? ധാരണയുണ്ടാക്കി. പിന്നെന്താണ്? ഇന്ത്യയിലെ രജപുത്രരും അഫ്ഗാൻകാരും അവരുടെ എതിരാളികളെ നേരിടാൻ ബാബറുടെ സഹായവും അഭ്യർത്ഥിച്ചു. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ബാബർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനുണ്ടായ, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 1518 ഭീരാക്കോട്ട ആക്രമിച്ചുകൊണ്ട് ബാബർ അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു. 1525 അദ്ദേഹം പെഷവാറിലെത്തി. ഇദ്ദേഹത്തിൻ്റെ വരവിനെ തുടർന്ന് പഞ്ചാബ് ഭരിച്ചിരുന്ന, ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക, പഞ്ചാബ് ഭരിച്ചിരുന്ന ദൗലത് ഖാൻ ലോധി കീഴടങ്ങുകയും ബാബർ പഞ്ചാബിൻ്റെ അധിപനായി മാറുകയും ചെയ്തു. മനസ്സിലായല്ലോ? അങ്ങനെ 1525 ഇദ്ദേഹം പെഷവാറിലെത്തി. അതിനെ തുടർന്ന് ആരാണ് ഇദ്ദേഹത്തിന് കീഴടങ്ങിയത്? പഞ്ചാബ് ഭരിച്ചിരുന്ന ദൗലത് ഖാൻ ലോധി ഇദ്ദേഹത്തിന് കീഴടങ്ങുകയും ബാബർ പഞ്ചാബിൻ്റെ അധിപനായി മാറുകയും ചെയ്തു. പഞ്ചാബ് കീഴ്പ്പെടുത്തിയ ശേഷം ബാബർ ഡൽഹിക്കു നേരെ നീങ്ങുകയുണ്ടായി. ഡൽഹി സുൽത്താൻ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. മനസ്സിലായല്ലോ? അപ്പോൾ ബാബറിൻ്റെ നമ്മുടെ രാജ്യത്തേക്കുള്ള വരവിനെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ഇനി അതുപോലെ തന്നെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം, ഖന്വ യുദ്ധം, ഗോഗ്ര യുദ്ധം, ഇത് മൂന്നും നിങ്ങൾക്ക് 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. നോക്കാം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്നതാണ്. മനസ്സിലായല്ലോ? 1526 ഇബ്രാഹിം ലോധിയുടെയും ബാബറിൻ്റെയും സൈന്യം 1526 ഏപ്രിൽ 20 ചരിത്ര പ്രസിദ്ധമായ പാനിപ്പട്ടിൽ വെച്ച് ഏറ്റുമുട്ടി. അതാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധമെന്ന് അറിയപ്പെടുന്നത്. ബാബറുടെ കുതിരപ്പടയുടെ നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇബ്രാഹിം ലോധിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഏതാണ്ട് ഒരു പകലുകൊണ്ട് അവസാനിച്ച യുദ്ധത്തിൽ 15,000 ഭടന്മാരോടൊപ്പം ഇബ്രാഹിം ലോധിയും കൊല്ലപ്പെടുകയുണ്ടായി. ഇതിനെയാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ യുദ്ധമായിരുന്നു ഇത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രം: ഒന്നാം പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തമ്മിലാണ്, എന്നായിരുന്നു, ആര് വിജയിച്ചു? മനസ്സിലായല്ലോ? ഒന്നാം പാനിപ്പട്ട് യുദ്ധം ഇബ്രാഹിം ലോധിയും ബാബറും ഇവരുടെ 2 പേരുടെയും സൈന്യങ്ങൾ തമ്മിലായിരുന്നു. 1526 ബാബറുടെ കുതിരപ്പടയുടെ നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇബ്രാഹിം ലോധി എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. അപ്പോൾ ഇത് ചരിത്ര പ്രസിദ്ധമായ പാനിപ്പട്ട് എന്ന യുദ്ധക്കളത്തിലാണ് ഈ യുദ്ധം നടന്നത്. അങ്ങനെ ഇതിൽ ബാബർ വിജയിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധമാണ് എന്ന് പറയുന്നത് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഖന്വ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? പാനിപ്പട്ട് യുദ്ധത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ബാബർ വിജയിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ബാബറിൻ്റെ വിജയത്തിന് ശേഷം ബാബർക്ക് നേരിടേണ്ടി വന്ന ശക്തനായ പ്രതിയോഗി എന്ന് പറയുന്നത് ചിറ്റൂരിലെ രാജാവായ റാണ സംഗ ആയിരുന്നു. 1527 റാണ സംഗയും ബാബറും ആഗ്രയുടെ അടുത്തുള്ള ഖന്യാസയിൽ വെച്ച് ഏറ്റുമുട്ടി. ഖന്യയിൽ വെച്ച് ഏറ്റുമുട്ടുകയും വീറോടെ പൊരുതിയെങ്കിലും വിജയം അവിടെയും ആർക്ക് തന്നെയായിരുന്നു? ബാബർക്ക് തന്നെയായിരുന്നു. യുദ്ധക്കളത്തിൽ നിന്നും റാണ സിംഗ ഓടി രക്ഷപ്പെടുകയും പിന്നീട് മരണപ്പെടുകയും ഒക്കെ ചെയ്തു. ഇതോടെ ബാബർ എന്ത് ചെയ്യുകയാണ്? എനിക്ക് അക്ബർ എന്നേ വരുന്നുള്ളൂ. ബാബർ ഉത്തരേന്ത്യയിലെ സർവാധിപതിയായി മാറി. ഇപ്പോൾ ഖന്വ യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ബാബറും ചിറ്റൂരിലെ രാജാവായ റാണ സംഗയും തമ്മിലാണ്. 1527 ഖന്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ ഏറ്റുമുട്ടി. അതിലും ബാബർ തന്നെയാണ് വിജയിച്ചത്. ആ യുദ്ധക്കളത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട റാണ സംഗ പിന്നീട് മരണപ്പെടുകയുണ്ടായി. അതോടുകൂടി ബാബർ ഉത്തരേന്ത്യയിലെ സർവാധിപതിയായി മാറുകയും ചെയ്തു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഗോഗ്ര യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഡൽഹിയും ആഗ്രയും അടക്കം മധ്യേന്ത്യ മുഴുവനും ആരുടെ കൈകളിൽ വന്നു? ബാബറുടെ കൈകളിൽ വന്നപ്പോഴും കിഴക്കേ ഇന്ത്യയിലെ അഫ്ഗാൻ ആധിപത്യം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അഫ്ഗാൻകാരുടെ ശല്യം അവസാനിപ്പിക്കാൻ ബാബർ പിന്നീട് എങ്ങോട്ട് നീങ്ങുകയാണ്? കിഴക്കോട്ട് നീങ്ങുകയാണ്. 1529 മെയ് 6 ബാബറുടെയും അഫ്ഗാൻകാരുടെയും സൈന്യം ഗോഗ്ര നദീതീരത്ത് വെച്ച് ഏറ്റുമുട്ടുകയുണ്ടായി. യുദ്ധത്തിൽ പരാജയപ്പെട്ട അഫ്ഗാനികളും ബാബറിന് കീഴടങ്ങി. ഈ 3 പ്രമുഖ യുദ്ധങ്ങളോടെ ബാബർ നമ്മുടെ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അടിത്തറ പാകുകയുണ്ടായി. കീഴടക്കിയ സ്ഥലങ്ങളിൽ ശക്തമായ ഭരണ സംവിധാനമാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്താനോ അതുപോലെ തന്നെ പ്രദേശങ്ങൾ ഏകീകരിക്കാനോ. കാരണം
നിരവധി പ്രദേശങ്ങൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന് പ്രാദേശികമായിട്ട് ആ പ്രദേശങ്ങളെ ഏകീകരിക്കാനോ ഒന്നും കഴിയാതെ വന്നു. അങ്ങനെ ഇന്ത്യയിൽ കഴിച്ചുകൂട്ടിയ കാലം മുഴുവൻ അദ്ദേഹം എന്താണ് ചെയ്തത്? യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഒതുക്കി തീർക്കാനുള്ള പരിശ്രമത്തിൽ മുഴുകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ മധ്യേഷ്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും, അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അല്ലേ മധ്യേഷ്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം എവിടെ എത്തുന്നത്? നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്ത്യയിൽ വന്ന അദ്ദേഹത്തിനും എന്താണ്, ഈ യുദ്ധത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചിങ്ങനെ കീഴടക്കിക്കൊണ്ടേയിരുന്നത് കൊണ്ട് ആ കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഒതുക്കാനുള്ള പരിശ്രമം മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉജ്ജ്വലനായ ഒരു സേനാനായകനും തന്ത്രജ്ഞനും ഒക്കെ ആയിരുന്ന ബാബർ മികച്ച ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ബാബർനാമ. ബാബറിൻ്റെ ആത്മകഥയുടെ പേര് ബാബർനാമ. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ബാബർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ബാബർനാമ. അപ്പോൾ നമ്മൾ ഈ മൂന്ന് യുദ്ധങ്ങളിലും വിജയിച്ചത് ആര് തന്നെയായിരുന്നു? ബാബറായിരുന്നു. ഒന്നാം പാനിപ്പട്ട് യുദ്ധം, കന്വ യുദ്ധം, അതുപോലെ ഗോഗ്ര യുദ്ധം, മൂന്നിലും അദ്ദേഹം തന്നെ വിജയിക്കുകയുണ്ടായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷെർ ഷാ. ഷെർ ഷയുടെ ഭരണപരിഷ്കാരങ്ങൾ വിലയിരുത്തുക. ഇത് പ്രധാനപ്പെട്ട, ഷെർ ഷയെക്കുറിച്ച് മിക്കവാറും എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. മുഗൾ ഭരണത്തിന് താൽക്കാലികമായ അന്ത്യം വരുത്തിയ ഷെർ ഷയുടെ യഥാർത്ഥ പേര് ഭരീദ്. എന്താണ്? മുഗൾ ഭരണത്തിൻ്റെ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു അന്ത്യം വരുത്തിയത് ആരായിരുന്നു? ഷെർ ഷ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഭരീദ് എന്നായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ആര്? ഷെർ ഷാ. ബീഹാറിലെ രാജാവാണ് ഈ ഭരീദിന് ഷേർഖാൻ എന്ന സ്ഥാനം നൽകിയത്. അപ്പോൾ ഷേർഖാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഷെർ ഷാ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഭരീദ് എന്നായിരുന്നു. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഷേർഖാൻ എന്ത് ചെയ്യുകയുണ്ടായി? ബീഹാറിലെ പരമാധികാരിയായി മാറി. അതുപോലെ ചുനാർ കോട്ടയുടെ ആധിപത്യം അദ്ദേഹത്തിൻ്റെ അധികാരവും പ്രശസ്തിയും വർദ്ധിപ്പിച്ച ഒന്നാണ്. പിന്നീട് ഈ ഷേർഖാൻ എന്ത് ചെയ്യുന്നു? ഭരീദുദ്ദീൻ ഷേർഖാൻ എന്ന പേരോടുകൂടി ഡൽഹി സിംഹാസനത്തിൽ അവരോധിക്കപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഷെർ ഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഭരണവ്യവസ്ഥയും പല നൂതനവും പുതുമയുമുള്ള പരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാസ്തവത്തിൽ ഈ പരിഷ്കാരങ്ങൾ അദ്ദേഹം തുടരുകയാണ് ആദ്യം മുഗളരും പിന്നീട് ബ്രിട്ടീഷുകാരും ചെയ്തത്. കാരണം ഭരണ സൗകര്യത്തിനായി ഷെർ ഷാ തൻ്റെ സാമ്രാജ്യത്തെ നിരവധി പ്രവിശ്യകളായി തരംതിരിച്ചിരുന്നു. മിക്കവാറും അഡ്മിനിസ്ട്രേഷൻ എല്ലായിടത്തും ഇതൊക്കെ തന്നെ അല്ലേ, പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിരുന്നു. അതുപോലെ ഭരണ ചുമതല ഗവർണർമാരെ ഏൽപ്പിച്ചിരുന്നു. പ്രവിശ്യകളെ 47 സർക്കാരുകളായും ഈ സർക്കാരുകളെ പർഗാനകളായും തരംതിരിച്ചു. ഓരോ പർഗാനയും ആരുടെ കീഴിലായിരുന്നു? അമീൻ്റെ കീഴിലായിരുന്നു. കണക്കുകൾ പരിശോധിക്കാൻ 2 ക്ലർക്കുമാർ വീതം ഓരോ പർഗാനയിലും ഉണ്ടായിരുന്നു. അഴിമതി, സ്വജനപക്ഷപാതം, കലാപം ഇതെല്ലാം ഒഴിവാക്കാൻ ഷെർ ഷാ 1-2 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്തിരുന്നു? സ്ഥലം മാറ്റിയിരുന്നു. എത്ര നല്ല ഭരണപരിഷ്കാരങ്ങളായിരുന്നു അല്ലേ ആ കാലത്തുണ്ടായിരുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഭരണത്തിൻ്റെ താഴ്ന്ന ഘടകം എപ്പോഴും എന്ത് തന്നെയായിരുന്നു? ഗ്രാമം തന്നെയായിരുന്നു. ഗ്രാമപഞ്ചായത്തിനായിരുന്നു ഇതിൻ്റെ ചുമതല. അതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു പരിഷ്കാരം എന്ന് പറയുന്നത് കാർഷിക രംഗത്തുണ്ടായതാണ്. കൃഷിഭൂമിയുടെ വിസ്തീർണം, ഓരോ കൃഷിക്കാരനും നൽകേണ്ടുന്ന നികുതി, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന രേഖ ഓരോ കൃഷിക്കാരനും അദ്ദേഹം മുൻകൂട്ടി നൽകിയിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് റോഡുകൾ അദ്ദേഹം പണിതു. അതുപോലെ സൈനിക ആവശ്യങ്ങളും കൂടി പരിഗണിച്ചാണ് ഈ റോഡുകളെല്ലാം നിർമ്മിച്ചത്. കിഴക്കൻ ബംഗാളിലെ സൊണാർഗഡ് മുതൽ സിന്ധു നദി വരെയുള്ള ട്രാൻസ്ട്രക്ക് റോഡാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. വളരെ ശക്തമായൊരു ചാര സംവിധാനം ഷെർ ഷാ നിലനിർത്തിയിരുന്നു. അതായത് രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ
ഭാഗത്തു നിന്ന് രാജ്യത്ത് രഹസ്യമായി രാജ്യത്തിൻ്റെ സ്ഥിതിയൊക്കെ വിലയിരുത്തുന്നതും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും മറ്റു രാജ്യങ്ങളിലെ ആരെങ്കിലും ആക്രമണത്തിന് മുതിരുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായ വിവരങ്ങൾ ചോർത്തുന്നവരാണ്, അല്ലെങ്കിൽ രഹസ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരാണ് ചാരന്മാരെന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. കുറ്റവാളികളുടെ വലിപ്പച്ചെറുപ്പം നോക്കിയായിരുന്നില്ല നീതി നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ഷെർഷാ നല്ലൊരു ഭരണാധികാരി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. ഈ പ്രവിശ്യകളെ 47 സർക്കാരുകളായും പിന്നീട് സർക്കാരുകളെ പർഗാനകളായും തരംതിരിച്ചിരുന്നു. ഓരോ പർഗാനയും അമീൻ്റെ കീഴിലായിരുന്നു. കണക്കുകൾ പരിശോധിക്കാനായി ഓരോ പർഗാനയിൽ 2 ക്ലർക്കുമാരുണ്ടായിരുന്നു. അതുപോലെ അഴിമതി, സ്വജനപക്ഷപാതം, കലാപം ഇതെല്ലാം ഒഴിവാക്കാൻ ഷെർഷാ 2-3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുമായിരുന്നു? സ്ഥലം മാറ്റിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷിക്കാരുടെ കാർഷിക രംഗത്തുള്ള മാറ്റമാണ്, അല്ലെങ്കിൽ പുരോഗതിയാണ്. കൃഷിഭൂമിയുടെ വിസ്തീർണം, ഓരോ കൃഷിക്കാരനും നൽകേണ്ട നികുതി, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന ഒരു രേഖ ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നു? കൃഷിക്കാരനും അദ്ദേഹം മുൻകൂട്ടി നൽകിയിരുന്നു. ഒരുപാട് റോഡുകൾ, രാജ്യത്തെ വികസനത്തിന് വേണ്ടി ധാരാളം റോഡുകൾ നിർമ്മിച്ചു. സൈനിക ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈ റോഡുകളൊക്കെ നിർമ്മിച്ചത്. അങ്ങനെ അദ്ദേഹം കിഴക്കൻ ബംഗാളിൽ സോണാർഗഡ് മുതൽ സിന്ധു വരെയുള്ള ഒരു റോഡ്, അതായത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. പിന്നീട് കുറ്റവാളികളെ വലിപ്പച്ചെറുപ്പം നോക്കിയായിരുന്നില്ല നീതി നടപ്പിലാക്കിയിരുന്നതെന്ന് പറയപ്പെടുന്നു. സുശക്തമായൊരു ചാര സംവിധാനവും ഉണ്ടായിരുന്നു. ഇത്രയാണ് എക്സ്പ്ലെയിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷെർ ഷാ എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് 3 കൂടിയുണ്ട്. അത് നമുക്ക് പാർട്ട് 2 വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക്